very good morning and welcome back to our Harp and Ball morning devotion. So glad that you logged in this morning. Before we step into a time of worship, can we look to the Lord and say a word of prayer? Father, we want to thank you for this beautiful morning. We declare your presence over our life, Lord. We declare the blood of Jesus. We declare the word of God upon our lives, Lord Father. We pray that we will do your will this morning, Lord Father. As we worship you, Lord, as we continue to intercede and listen from your word, speak to us, Holy Spirit. In Jesus' precious name we pray. Amen and amen. I'm caught up in your presence. I just wanna sit here at your feet, caught up in this holy moment. Never wanna leave. I'm not here for blessings. Jesus, you don't owe me anything more than anything that you can do. I just want you. I'm sorry when I've just gone through the motions. I'm sorry when I just sang another song. Take me back to where we started. I open up my heart to you. I'm sorry when I've gone with my agenda. I'm sorry when I forgot that you're enough. Take me back to where we started. I open up my heart to you. Yeah. I'm caught up in your presence. I just wanna sit here at your feet, caught up in this holy moment. Never wanna leave, never wanna leave. I'm not here for blessings. Jesus, you don't owe me anything more than anything that you can do. I just want you. Just want you, nothing else, nothing else, yeah, nothing else will do. I just want you, nothing else, nothing else will do, yeah, nothing else will do. I just want you, yeah, nothing else. Nothing else will do. I just want you. I just wanna sit here at your feet, caught up in this holy moment. Never wanna leave. I'm not here for blessings. Jesus, you don't owe me anything more than anything that you can do. I just want you. Just want you. I just want you. I just want you. I just want you.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം കർത്താവേ. തന്നിരിക്കുന്ന ഈ പുതിയ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലുള്ള അനുഗ്രഹവും നന്മയുമായി ഭവിക്കുവാൻ കർത്താവേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങളുടെ കർത്താവേ അനേക വിഷയങ്ങളെ നിൻ്റെ മുൻപാകെ വെക്കുന്ന കർത്താവേ, സകല വിഷയത്തിൻ്റെ മേലും ഒരു വിടുതലും കർത്താവേ ഒരു നന്മകളും കാണുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വന്നിരിക്കുന്ന മഹാമാരി കർത്താവേ, അതിനാൽ ബാധിക്കപ്പെട്ടവരെ സകല ജീവിതങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു വിടുതൽ ഈ ദിനങ്ങളിൽ അവരനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, ജോലി നഷ്ടപ്പെട്ട കുടുംബങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതലുണ്ടാകുവാൻ, അവർക്ക് വേണ്ടി പുതിയ നന്മകളെ കർത്താവ് തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ വിശാലത അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിസിനസ് ചെയ്യുന്നവരെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, അവരനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. അവർ ചെയ്യുന്ന ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ കൂടെ ബിസിനസ്സിൽ അവരെ സഹായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലും കാവലും അവരുടെ കൂടെ ഉണ്ടായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, ഫിനാൻഷ്യലി ഭാരപ്പെടുന്നവരെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് കർത്താവ് നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ നന്മകൾ, പുതിയ വഴികളെ കർത്താവ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഉന്നത അധികാരികളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർ ഞങ്ങളുടെ ദേശം എക്കണോമിക്കലി ഗ്രോ ആകത്തക്ക നിലയിലുള്ള പുതിയ സ്കീംസ് കൊണ്ടുവരുവാൻ കർത്താവ് സഹായിക്കണമേ. അതിനാവശ്യമുള്ള ഫണ്ട് റേസ് ചെയ്യാനുള്ള ബുദ്ധിയെയും ജ്ഞാനത്തെയും കർത്താവ് അവർക്ക് നൽകി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയും അറ്റൻഡ് ചെയ്യുമ്പോൾ പുതിയ ടെക്നോളജീസ്, പുതിയ മൊബൈൽസ്, ലാപ്ടോപ്സൊക്കെ അവർ യൂസ് ചെയ്യുമ്പോൾ ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ദോഷമായി ഭവിക്കുവാൻ കർത്താവ് അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുവാൻ, അവരുടെ കോൺസെൻട്രേഷൻ വളരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ വിശ്വാസികളെയും സകല കുടുംബങ്ങളെയും കർത്താവെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരൊക്കെയും കർത്താവെ ഈ മഹാമാരി കാലത്തിൽ കർത്താവെ ദൈവത്തോടൊരു പുതിയ ബന്ധം അവരനുഭവിപ്പാൻ, തമ്മിൽ ഒരു പുതിയ ബന്ധം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രായമുള്ളവരെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർക്കൊരു പുതിയ ആരോഗ്യം കർത്താവ് പകരുമാറാകണമേ. അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതൽ ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തി ജീവിതങ്ങളും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരി വന്നത് എല്ലാ വ്യക്തികളുടെയും എല്ലാ കുടുംബങ്ങളുടെയും നന്മയ്ക്കായി ഭവിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, സഭകളൊക്കെയും വളരുവാൻ, അനേക സഭകൾ കർത്താവെ ഹല്ലേലൂയ കടന്നു പോകുന്ന കഷ്ടതകളിൽ നിന്നൊക്കെയും വിടുതൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. നിൻ്റെ വേല ചെയ്ത ശുശ്രൂഷക്കാരെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശുശ്രൂഷകന്മാരെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കരത്തെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വേല ചെയ്തെടുപ്പാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങളെ സകലത്തെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് പകൽക്കാലം കേൾക്കാൻ പോകുന്ന വചനങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയുമായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും നിൻ്റെ മേൽ വെക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, നീ അതിനായി കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവേ, ഈ പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. കർത്താവേ, എല്ലാ മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണം. പൊന്നുപിതാവേ, ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിയേഷൻ സ്പീക്സ് എന്ന ഈ പരമ്പരയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മഹൽ സൃഷ്ടിയെക്കുറിച്ച് ദൈവദാസന്മാരിലൂടെ അനേക കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചുവല്ലോ. ഇന്ന് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒലിവ് ട്രീ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ലൈഫ് ഓഫ് ഇസ്രായേൽ. The olive tree is called as the tree of life in Israel. It will grow where no other tree will grow. മറ്റൊരു വൃക്ഷവും വളരാത്ത സ്ഥലത്ത് വളരുന്ന ഒലിവ് വൃക്ഷം. ഒരു ഒലിവ് വൃക്ഷത്തിൽ നിന്ന് ഏകദേശം 75 ലിറ്ററിലധികം ഒലിവ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഒലിവ് ഓയിൽ ഇസ്രായേൽ ഒരു എഡിബിൾ ഓയിലായി ഉപയോഗിക്കുന്നു. അതുമാത്രമല്ല, ഒലിവ് ഓയിൽ ഈസ് യൂസ്ഡ് ആസ് അനോയിൻറ്റിംഗ് ഓയിൽ ഫോർ കിങ്സ്. ഒലിവ് ഓയിൽ ഈസ് യൂസ്ഡ്
ആസ് ഫ്യൂവൽ ഇൻ ലാംപ്സ്. അനേക ഉപയോഗങ്ങൾ ഈ ഒലിവ് ഓയിൽ കൊണ്ടുണ്ട്. അതുമാത്രമല്ല, ഒലിവ് വൃക്ഷത്തിൻ്റെ തടി ഫർണിച്ചറുകൾക്കായി ഉപയോഗിക്കുന്നു. ശ്രേഷ്ഠമേറിയ ഫർണിച്ചറുകൾ ദേവാലയത്തിൽ നിർമ്മിക്കുന്നതിനും ഒലിവ് വൃക്ഷത്തിൻ്റെ തടി ഉപയോഗിക്കുന്നു. എല്ലാം ഉപയോഗപ്രദമായ ഒരു വൃക്ഷം. ഈ വൃക്ഷവുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. ആ ഒലിവ് വൃക്ഷത്തോട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യനും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ സൃഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. ഒരു രാജാവിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ വൃക്ഷത്തിൻ്റെ മറുപടി വളരെ ചിന്തിപ്പിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളെയും ഉപേക്ഷിച്ച് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യേണ്ട തൈലം അത് തൻ്റെ സ്വന്തം തലമേൽ ഒഴിക്കണമോ താൻ തന്നെ എന്നൊരു ചോദ്യമല്ലേ ആ വൃക്ഷം ചോദിക്കുന്നത്. നമുക്കും ദൈവത്തോട് ഈ സമയം പറയാൻ, കർത്താവേ, ക്രൂഷ്യൽ ടൈമിൽ സഭയായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അനേക പ്രയോജനത്തിന് ഉപയോഗപ്പെടുന്ന ദൗത്യം കർത്താവെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ മറ്റെന്തിനേക്കാളും ഉപരിയായി അത് മാത്രം ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ആ വൃക്ഷത്തിൻ്റെ മറുപടിയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി ഇരിക്കുന്ന എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒന്നാണല്ലോ. അതെ, ഒരു ദൗത്യത്തിനായി കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഈ ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്പമായി വീണ്ടും നമുക്ക് ചിന്തിക്കാം. പഴയ നിയമത്തിൽ ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ. നോഹയുടെ പെട്ടകത്തിൽ ജലപ്രളയത്തിന് ശേഷം പുറത്തേക്ക് വിട്ട പ്രാവ് ഒരു പച്ച ഒലിവിലയുമായി മടങ്ങി വന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒലിവില സമാധാനത്തിൻ്റെ പ്രതീകമായി കണ്ടിരുന്നു. ഒരു ഒലിവ് ബ്രാഞ്ച് മറ്റൊരു വ്യക്തി നൽകുകയാണെങ്കിൽ അതൊരു സമാധാനത്തിൻ്റെ അടയാളമായി കരുതപ്പെട്ടിരുന്നു. Olive trees take a long time to mature and become profitable, but after that they become valuable and continue to produce a profitable crop for centuries, longer than any fruit producing tree or plant. മറ്റ് ഏത് വൃക്ഷത്തെക്കാളും ചെടിയേക്കാളും അധിക കാലം അനുഗ്രഹം നൽകുന്ന ഒലിവ് ട്രീ അത് മച്വർ ആകാൻ സമയമെടുക്കുമെങ്കിലും അതിനുശേഷം നൂറ്റാണ്ടുകളോളം ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന ഒലിവ് വൃക്ഷം. 128-ാം സങ്കീർത്തനം 3-ാം വാക്യം: നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഇത് സന്തോഷത്തിൻ്റെ അവസരങ്ങളിൽ സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ, തീർച്ചയായും ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ നമ്മുടെ ദൈവദാസന്മാർ വധൂവരന്മാരുടെ 2 വശങ്ങളിൽ നിന്നുകൊണ്ട് പാടുന്ന ആ പാട്ട് എല്ലാവരുടെയും ഓർമ്മയിലേക്ക് വരും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ മേശയ്ക്ക് ചുറ്റും മക്കൾ, അതെ, പിതാവ് ആ മേശയിലിരുന്ന് ഭക്ഷണമേശയിൽ ലീഡ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമായി ഇരിക്കുന്ന മക്കൾ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ഞങ്ങൾക്ക് വരേണ്ടതിന് യാഗമായി തീർന്ന മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ തലമുറകൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ എന്ന പോലെ ആയിത്തീരുവാൻ
സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, വചനം ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നു. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഈ ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലും അനുഗ്രഹമായി ഭവിക്കും. ഇതിലെല്ലാം ഉപരിയായി ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് യഹോവയുടെ കരുതലുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകൻ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അവൻ എൻ്റെ കാൽ പേടമാൻ കാലുകൾക്ക് തുല്യമാക്കും. അതേ അനുഗ്രഹത്തിൻ്റെ ഒരു സിമ്പലായി ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞ് പഴയ നിയമത്തിൽ അവസാനിപ്പിക്കുന്നത് നമുക്കിങ്ങനെയാകാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പ്രവചനം വിശ്വസിച്ചുകൊണ്ട് ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയി എങ്കിലും ഞങ്ങൾ യഹോവയിൽ ആനന്ദിക്കും. അത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ എല്ലാ പ്രയത്നങ്ങളും നിഷ്ഫലമാകുമ്പോഴും യഹോവയിൽ ആനന്ദിക്കുവാൻ, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ ഒരു കൃപ ഈ മഹാവ്യാധിയുടെ മധ്യത്തിലും പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പഴയ നിയമത്തിൽ ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഒരു ഒലിവ് വൃക്ഷം വർഷങ്ങൾ ഫലം പുറപ്പെടുവിച്ചതിന് ശേഷം കർഷകൻ അത് വെട്ടുവാനിടയാകും. അതിൻ്റെ കുറ്റിയിൽ നിന്ന് വീണ്ടും ഒലിവ് തൈകൾ പൊട്ടിപ്പുറപ്പെടുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുവാനിടയായിത്തീരും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യം, ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവാചകൻ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ പ്രവചിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെ കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രവചനം, എല്ലാ പ്രവചനത്തിൻ്റെയും പൂർത്തീകരണം. അതെ, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. മില്ലേനിയത്തിൽ സംഭവിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ഈ 11-ാം അധ്യായത്തിൽ പ്രവാചകൻ പ്രവചിച്ചിരിക്കുമ്പോൾ ഇന്ന് ഒലിവ് ട്രീയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയം, പുതിയ നിയമത്തിൽ ആധികാരികമായി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സംഭവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും അതോടൊപ്പം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നതും ചേർത്ത് വായിച്ചാൽ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാവും. അപ്പോസ്തലനായ പൗലോസ് കാട്ടൊലിവിനെയും കാട്ടൊലിവിൽ നിന്ന് വെട്ടിയെടുത്ത് നാട്ടൊലിവിൽ ഒട്ടിച്ചേർത്ത കൊമ്പുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചും നമ്മൾ ധ്യാനിച്ചാൽ വ്യക്തമായി നമുക്ക് ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കുവാനിടയാകും. നമുക്ക് പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല. നാട്ടൊലിവായ യഹൂദൻ ചില കൊമ്പുകളെ വെട്ടിയ ആ സ്ഥാനത്ത് കാട്ടൊലിവായിരുന്ന എന്നെയും നിങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൽ ഒട്ടിച്ചേർത്ത് വലിയ പ്രതിഫലത്തിന് അവകാശിയാക്കിയെങ്കിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ. കർത്താവേ, ഈ വലിയ കൃപയ്ക്ക് അങ്ങ് ഞങ്ങളെയും അവകാശികളാക്കിയല്ലോ. അതോടൊപ്പം വലിയൊരു മുന്നറിയിപ്പും അപ്പോസ്തലനായ പൗലോസ് ഈ അന്ത്യകാലത്ത് നമുക്ക് നൽകുന്നു. റോമാലേഖനം 11-ാം അധ്യായം 17-ാം വാക്യം, കൊമ്പുകളിൽ ചിലത് ഓടിച്ചിട്ട് കാട്ടൊലിവായതിനെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തുവെങ്കിലോ. നോർമൽ ബഡ്ഡിംഗ് പ്രോസസ്സിന് വിരുദ്ധമായ ഒരു കാര്യമാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നോർമൽ ബഡ്ഡിംഗ് പ്രോസസ്സിൽ നാട്ടൊലിവായതിനെ ശിഖരങ്ങൾ മുറിച്ചെടുത്ത് കാട്ടൊലിവിൽ ഒട്ടിക്കുകയാണ് ചെയ്യാറ്.
മറിച്ച് ചെയ്താൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ബഡ്ഡിംഗ് നോർമൽ പ്രോസസ്സിൽ. അങ്ങനെയെങ്കിൽ അസ്വാഭാവികമായ ഒരു പ്രവൃത്തിയിലൂടെ കാട്ടൊലിവായ എന്നെയും നിങ്ങളെയും വെട്ടിയെടുത്ത് നാട്ടൊലിവിൽ ഒട്ടിച്ചു ചേർത്തതിന് ശേഷം അപ്പോസ്തലൻ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്കുക. പ്രശംസിക്കാനൊന്നുമില്ല. വേർ എന്നെയും നിങ്ങളെയും ചുമക്കുന്നു. ക്രിസ്തുവിൽ ഒട്ടിച്ചു ചേർത്ത് കർത്താവ് നമ്മളെ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് എഴുതി ഓർമ്മിപ്പിക്കുക, എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. അവിശ്വാസത്താൽ സ്വാഭാവിക കൊമ്പുകളായിരുന്ന ചില യഹൂദന്മാരെ ഒടിച്ചതിന് ശേഷം വിശ്വാസത്താൽ പങ്കാളിയായി തീർന്ന എന്നെ ഒട്ടിച്ചു ചേർത്തുവെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് ഭയപ്പെടുകയത്രേ ചെയ്യേണ്ടത്. അതെ, റെവറൻഷ്യൽ ഫിയർ, ഭയത്തോടെ നമുക്ക് ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ഒരുങ്ങാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമായ കർത്താവാകുന്നു. അതെ, ആ ഭയത്തെക്കുറിച്ചല്ലല്ലോ, ദൈവത്തെക്കുറിച്ചുള്ള ഒരു റെവറൻഷ്യൽ ഫിയർ. ആ ഒരു ഭയത്തോടെ സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാൾ. ആകയാൽ ദൈവത്തിൻ്റെ ദയ അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അതെ, സ്വാഭാവിക കൊമ്പുകളെ അവിശ്വാസത്താൽ ഒടിച്ചു കളഞ്ഞുവെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കാതെ അവിശ്വാസിയായാൽ ഒടിച്ചു കളഞ്ഞ കൊമ്പുകളെ വീണ്ടും ഒട്ടിക്കാനും ദൈവം ശക്തനെന്ന് പരിശുദ്ധാത്മാവിലൂടെ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുമ്പോൾ യഹൂദന്മാർക്ക് വലിയ പ്രത്യാശയുടെ ഒരു വചനം കൂടി അവിടെ എഴുതി ചേർക്കുന്നു. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ എഴുതി യഹൂദന്മാരുടെ മടങ്ങിവരവിനെ കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ, ഒലിവ് മരത്തിൽ കൃപയാൽ കാട്ടൊലിവായിരുന്ന എന്നെയും നിങ്ങളെയും നാട്ടൊലിവിൽ ഒട്ടിച്ചു ചേർത്തു. അതിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും പങ്കാളികളാക്കി തീർത്തുവെങ്കിൽ തീർച്ചയായും നമുക്ക് ക്ലെയിം ചെയ്യാം, കർത്താവേ, അതെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളുടെ തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു, വിശ്വാസത്തിൽ ഞങ്ങൾ നിലനിൽക്കും, പ്രത്യാശയിൽ ഞങ്ങൾ നിലനിൽക്കും. വലിയ അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ അന്ത്യകാലത്ത് കാണും. അതെ, ഒലിവ് മരത്തിൻ അനുഗ്രഹത്തിൻ്റെ ദൂത് അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന വാർണിങ്സ്, അവിശ്വാസത്തിൻ്റെ ദുഷ്ടഹൃദയം കടന്നു വന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഒരു അന്ത്യകാല ഉണർവിനായി സഭ ഒരുങ്ങുന്നു. പരിശുദ്ധാത്മാവിൽ അനേകരെ സഭയിലേക്ക്, കാട്ടൊലിവായ അനേകരെ നാട്ടൊലിവായ സഭയിലേക്ക് യേശു ക്രിസ്തുവിൽ ഒട്ടിച്ചു ചേർക്കുവാൻ കർത്താവ് ഇട്ടിരിക്കുന്ന പദ്ധതിയിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക കാട്ടൊലിവായ കൊമ്പുകളെ വെട്ടിയെടുത്ത് നാട്ടൊലിവിൽ ഒട്ടിച്ചു ചേർക്കുന്ന ശുശ്രൂഷയിൽ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളെയും കർത്താവെ അങ്ങ് ഒട്ടിച്ചു ചേർത്തു. അതിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും അങ്ങ് ഞങ്ങളെ കാരണഭൂതരാക്കിയതിനായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മുമ്പോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്യണം. അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.
As we go through every day listening to the Word of God, I believe God is speaking something very specific that we should apply in our lives. I pray that each one of us will take it and apply it to our life and let God bring forth an increase. Can we pray together? Father, we want to thank you for the word that we heard this morning, Lord Father, because your word says, Lord, every word that proceedeth out of your mouth, Father, will go forth and do its purpose, Lord Father, and will not return to your void, Lord Father. So we thank you for the word that we received this morning. Let it do its work in this fullest, Lord, I pray, Father. We pray a blessed day for everyone who's watching, Lord Father, a breakthrough day, Lord Father. We give you praise. In Jesus' precious name we pray. Amen and amen. Tomorrow morning, 7 o'clock, log in for Harp and Ball Morning Devotion.